ബാക്കിലെ മഴക്കാർ നോക്കി നല്ല രസത്തിലാണ്. ഇവിടെയാണ് വെയിലും പണ്ട് നീരണം എൻ്റെ കണ്ണ്. എന്താ അത് ചിലപ്പോ വെട്ടം അവിടുന്ന് അതിൻ്റെ ആണോ? നല്ല നീറ്റിലുണ്ട് കണ്ണിന്. പറ എന്തേലുമൊക്കെ. എന്താ ഇന്നത്തെ വീഡിയോ? എന്താ വേണേ പാർട്ട് ടൈം ഒക്കെ പറയാം. ജോബ് പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ജോബ് പറയാം. വെയർ ഹൗസിലൊക്കെ വേക്കൻസികൾ കാണുന്നുണ്ട്. എവരിൽ ഇപ്പൊ ആളെ എടുക്കുന്നുണ്ട്. ബട്ട് എവരിന്ന് പറഞ്ഞാല് ഏറ്റവും ബുദ്ധിമുട്ടും നമുക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്ന ഒരു വെയർ ഹൗസ് ആണ്. ഇൻബൗണ്ടും ഉണ്ട് ഔട്ട് ബൗണ്ടും ഉണ്ട്. സോ ഇത് തന്നെ പാഴ്സൽ നമ്മുടെ എടുക്കുക അറിയുക ആ പരിപാടിയൊക്കെ തന്നെ. ബട്ട് ഭയങ്കര ഷോൾഡർ പെയിനും നടുവൊക്കെ സീനാവുന്ന ഒരു വെയർ ഹൗസ് ആണത്. അവിടെ ഇപ്പൊ ആളെ എടുക്കുന്നുണ്ട്. മിക്കവാറും വേക്കൻസി ഒക്കെ വരാറില്ല. പിന്നെ ഇതുപോലെ തന്നെ ബെറ്റ്ഫ്രെഡ് എന്ന് പറഞ്ഞൊരു ബെറ്റിംഗ് ഷോപ്പ് ഉണ്ട്. ബെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഇപ്പം മല്ലൂസ് അല്ലെങ്കിൽ ഇന്ത്യൻസിന് അധികം അത്ര ഫെമിലിയർ അല്ല. ഇപ്പോൾ വരുന്നുണ്ട് ഈ മറ്റേ ഡ്രീം 11 അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ നല്ല ആപ്പൊക്കെ ഉണ്ടല്ലോ ബെറ്റിംഗ് മാച്ചിൻ്റെ ഒക്കെ. അത് ആക്ച്വലി യു കെയിലൊക്കെ ഗാംബ്ലിംഗ് ഒക്കെ ലീഗലാണ്. അമേരിക്കയിലൊക്കെ ലീഗലാണെന്ന് പറഞ്ഞു. അപ്പോൾ യു കെ ലീഗലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പാണ് ബെറ്റ്ഫ്രെഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ പലയിടത്തും വേക്കൻസീസ് കാണുന്നുണ്ട്. ചില ഷോപ്സൊക്കെ അടിപൊളിയാണ്, ബിക്കോസ് തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സുഖം പണിയാണ്. ചിലയിടത്ത് നല്ല തിരക്കുണ്ട്. കാര്യം സിറ്റിയോട് അടുത്തുള്ള ഷോപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തിരക്ക് വരുമല്ലോ. കാര്യം ചിലയിടത്തു നിന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തിരക്ക് കുറവാണ്. ഷെഫീൽഡിൽ തന്നെ പലയിടത്ത് തിരക്കുള്ളവർത്തും ഉണ്ട്. കാര്യം ഫ്രണ്ട്സ് 1-2 പേര് അറിയാം. അപ്പോൾ അവർ തിരക്കുള്ള ഷോപ്പും ഉണ്ട്, തിരക്കില്ലാത്ത ഷോപ്പും ഉണ്ട്. അപ്പോൾ വേക്കൻസീസ് കാണുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ബെറ്റ്ഫ്രെഡ് BETFRED ബെറ്റ്ഫ്രെഡ്. നിങ്ങൾക്ക് ഒരു ഷോപ്സൊക്കെ ഉണ്ടോ ബെറ്റ്ഫ്രെഡ്? അറിയില്ലെങ്കിൽ എന്തായാലും എല്ലാ സിറ്റീസിലും 1-2 ഷോപ്പൊക്കെ ചെയ്തിട്ട് മിനിമം കാണും ബെറ്റ്ഫ്രെഡിൻ്റെ. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ഥലം മാറിയിരുന്നു. വെയിലവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ജോബിൻ്റെ അവിടെ എന്താ മെയിനായിട്ട് ചെയ്യുന്നത്? അവിടെ പോസ്റ്റ് മിക്കവാറും സെയിൽസ് മാനേജർ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ സെയിൽസ് മാനേജർ അല്ല, റോള് സെയിൽസ് മാനേജർ ആണെങ്കിൽ പോലും മോസ്റ്റ്ലി ബെറ്റിംഗ് ഒക്കെ വെക്കുക. അതായത് ക്യാഷ് നോക്കിയാൽ മതി. സെയിൽസ് നോക്കിയാൽ മതി. സെയിൽസ് അല്ല, സോറി, ഈ പറഞ്ഞ ക്യാഷ്, അതായത് ക്യാഷർ പോസ്റ്റ് ആണ്. പിന്നെ ബെറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് പഠിക്കാന്നേ ഉള്ളൂ. ഒരു 2 ആഴ്ചത്തെ ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളെ പെർമനൻ്റ് ആക്കും. പിന്നെ പറഞ്ഞ വിസയൊന്നും കൊടുക്കത്തില്ല. പക്ഷേ 11.60 അവർലി കിട്ടും. നല്ല കസ്റ്റമേഴ്സ് ആണ്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ടിപ്പ് വരും അവർക്ക്. ഈ ബെറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ടിപ്പ് വരും. ഈ ക്രിസ്മസ് സീസണൊക്കെ ആകുമ്പോൾ ഒത്തിരി ടിപ്പ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. കാര്യം ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ അവർ നമ്മളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചുമ്മാ തരും, കാശൊക്കെ തരും. അതേപോലെ നല്ല ഷോപ്പൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ആൾക്കാർ ഷോപ്പൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നല്ല ഷോപ്പൊക്കെ ആണ് നമുക്ക് കുറെ ലോയൽ കസ്റ്റമേഴ്സ് ഉണ്ട്. എനിക്ക് എന്താ പരിപാടി നടത്തില്ല. ഇതേപോലെ ഒരു ക്ലബിൽ ഒരു ദിവസം ഞാൻ പോയായിരുന്നു ഗെയിം കളിക്കാൻ. പക്ഷെ പൈസ വെച്ച് നമുക്കതൊന്നും എന്റെ പൊന്നെ, നമ്മളൊരു ഉണ്ടാക്കുന്നത്. അതാ ഇവിടുത്തെ ഒത്തിരി ലോയൽ ആൾക്കാരുണ്ട്. പഴയ അത്യാവശ്യം റിട്ടയർഡ് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് കളിക്കാറുണ്ട്. ഭയങ്കര രസമാണ്. അപ്പോൾ ഇവരുടെ ഒരു റിഫ്രഷ്മെന്റ് കുറെ അവർക്ക് ഈ പറഞ്ഞ പോലെ കൂടുന്ന ഒരു സ്പോട്ടൊക്കെയാ പലർക്കും. ഫ്രണ്ട്സ് ഒക്കെ അവരുടെ ഏജ് കാറ്റഗറിയിലുള്ള ഡ്രിങ്ക്സ് വില കൂടുന്നല്ല. കാര്യം ബെറ്റിംഗ് ഷോപ്പാണ്. ക്ലബോ പബ്ബോ ഒന്നുമല്ല. അപ്പൊ ഇപ്പൊ കറന്റ് ആൾക്കാരെ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് ഇന്ത്യയുടെ ത്രൂവോ അല്ലെങ്കിൽ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിലൊക്കെ എവറി ബാൻസ്ലിയില് ഹാർഡ് വർക്ക് ആയിരിക്കും. എന്നാലും ഒരു ജോലി ഇല്ലാത്തവർക്ക് എന്തും ചെയ്യാൻ ആ ഒരു മൈൻഡുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ആ സ്ഥലം അതിന്റെ ഇത് കറക്റ്റ് ഡീറ്റെയിൽസ് അതിന്റെ ലിങ്ക് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കരിയേഴ്സ് നോക്കിയാൽ മതി betfred.com. അതുപോലെ തന്നെ പേരുണ്ട് അഡ്മയറൽ എന്ന് പറഞ്ഞാൽ AD. അത് ബെറ്റ്ഫ്രെഡിന് തന്നെ ഡിഫറെന്റ് ADMIRAL. അവിടെ വേക്കൻസി ഉണ്ടെന്നല്ല, പക്ഷെ ബെറ്റ്ഫ്രെഡിലുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറയാനുള്ളത് ചിലപ്പോ ഇങ്ങനെ ഫ്രോഡ് ആയിട്ടുള്ള ഇതും വരും. ചിലപ്പോ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് എനിക്കിന്ന് വന്ന് ആദ്യം പറയാൻ വിട്ടു എംബസി പറഞ്ഞിട്ട് UK എമിഗ്രേഷനിൽ നിന്നാന്ന് പറഞ്ഞത്. ഇനി എമിഗ്രേഷനിൽ നിന്നാണോ അറിയാൻ പാടില്ല. എന്താ സംഭവം? ദേ കണ്ട 7761 എന്നൊക്കെ ഉണ്ട്. നീ എടുത്തോ? കോൾ എടുത്തോ? 29 സെക്കൻഡ്. എന്താ പറഞ്ഞു? എമിഗ്രേഷനിൽ നിന്നാണ്. കുറെ നാളായിട്ട് വിളിച്ചിട്ട് റിപ്ലൈ മെയിൽ അയച്ചിട്ടൊന്നും റിപ്ലൈ ഇല്ലാത്ത എന്തെന്ന് എന്തിന്റെ എന്നിട്ട് അവര് ഇംഗ്ലീഷ് കണക്കാണ്. ഇംഗ്ലീഷ് അല്ല അറിയുന്നവരാണ്. ഒന്ന് പ്രസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത്. അപ്പോൾ ഒരുത്തൻ ഹലോ എന്ന് വെച്ചു. ഞാൻ വെച്ചാൽ ആരാ നിങ്ങൾ ഇവിടുന്ന് എമിഗ്രേഷനിൽ നിന്ന് പറഞ്ഞ് UKVA എന്ന് പറഞ്ഞ് വിളിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി കട്ട് ചെയ്ത്. പക്ഷെ നമ്പർ കണ്ടിട്ട് എനിക്ക് ആണോ
ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കണം കേട്ടോ. ആരെങ്കിലും ഇമിഗ്രേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചാടിക്കയറി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൊടുത്തേക്കല്ലേ അല്ലേ? ഇത് ഇമിഗ്രേഷൻ ആണ്, പക്ഷേ ഇത് ടെലിഫോണിക്ക UK ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കാണിച്ചു നോക്കി. ഇപ്പോൾ വേറെ ഇമിഗ്രേഷൻ ഒന്നും കാണിക്കുന്നില്ല. അപ്പം ആണെങ്കിൽ തന്നെ അവർ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മളോട്. എനിക്ക് മെയിൽ വന്നതും ഇല്ല. അതാ ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും തന്നെ ഇപ്പം നമ്മുടെ അറ്റൻഡൻസിൻ്റെ ഇഷ്യൂസ് വരിക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റിയും ഇമിഗ്രേഷനൊക്കെ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. അപ്പം എന്തെങ്കിലും ഇതൊക്കെ ഉണ്ട് അവർ പ്രോപ്പറായിട്ട് വിസയുടെ തന്നെ ഇപ്പം റിജക്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ വിസ പ്രോസസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ടിന് വന്നിട്ടുണ്ട്. അതായത് അവള് കോഴ്സിൻ്റെ ഇഷ്യൂസ് അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കിനും എന്താ ഇത് വിസ കിട്ടാത്തത്, വിസ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തത്, അപ്പോൾ ഇന്ന പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് മെയിൽ അയക്കും. അപ്പം നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം. ചിലപ്പോൾ ഈ ഇങ്ങനത്തെ കോൾസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും ഡീറ്റെയിൽസ് എല്ലാം പറയുമോ അങ്ങനെയൊന്നും ചെയ്തേക്കില്ല. അത് അവർ വിളിക്കാൻ സാധ്യത ഒരിക്കലും ഇല്ല. കാര്യം അവർ തന്നെ മെയിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക്, ഞങ്ങൾ വിളിക്കത്തില്ല, ഏതർ ഇമെയിൽ ത്രൂ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിളിക്കാൻ സാധ്യതയൊന്നുമില്ല. UK ഒക്കെ നമ്മളെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് നാട്ടിൽ ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ട്. അതായത് മറ്റേ അത് ഞാൻ യൂട്യൂബിൻ്റെ തന്നെ ഒരു ചാനലിൽ കണ്ടതാ. അതായത് പോലീസിൽ നിന്നാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ആധാർ വെച്ചിട്ട് ആരോ പ്രൊഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്യുന്നു മറ്റേ ഇല്ലീഗലാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ഇതുപോലത്തെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടൊക്കെ. അപ്പൊ ഇത് പക്ഷെ ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോ. നമ്പർ എൻഡിങ് 55. ഇപ്പൊ എന്തെങ്കിലും അതിപ്പോ എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ളതാണെങ്കിൽ അവരപ്പോ തന്നെ ഒരു ഇമെയിൽ അയക്കൂലേ വന്നിട്ടില്ല. ഞാൻ നോക്കിയെന്നപ്പോ തന്നെ അത് പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് UK എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കോളായിരുന്നു. ആ പുള്ളി കണക്ട് ചെയ്ത പുള്ളി എന്തോ പറഞ്ഞപ്പോൾ ഉടായ്പ ഫീൽ ചെയ്ത. ആദ്യം ആ ഒരു വിളിക്കുമ്പോൾ ഒരു സസ്പീഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു ശരിക്കും. എന്നുവെച്ചാൽ ആദ്യം ഒരു പ്രൊഫഷണൽ ആയിട്ട് ഫീൽ ചെയ്തു. എന്നുവെച്ചാൽ ആ ഒരു ടൂണൊക്കെ ഈ കേന്ദ്ര സർക്കാരിന്റെ പോലത്തെ ഒരു ടൂണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇലക്ഷന്റെ കാര്യം നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടെന്നൊക്കെ. ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞു, 4-ാം തീയതി ആയിരുന്നു കഴിഞ്ഞു. ചെയ്തോ? എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കും ഷിഫ്റ്റ് ഉണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞു ഇലക്ഷൻ ഇവിടെ റോളോ ഇല്ല. ഞാനും അന്ന് പറഞ്ഞു. അന്നൊരു കടയിൽ ചെന്ന് ഒരു പുള്ളിക്കാരത്തിയാ പറഞ്ഞു. അതായത് ഇന്ന് എനിക്ക് ഷിഫ്റ്റ് ഓർത്തുമില്ലൊരു ഓളോ ഇല്ലല്ലോ ഇവിടെ. എന്നുവെച്ചാൽ ജൂലൈ 4-ാം തീയതി എന്നാണ്, പക്ഷെ ഡേറ്റ് ഞാൻ ഓർത്തില്ല. അന്ന് ജൂലൈ 4-ാം തീയതി ഞാൻ ഓർത്തില്ല. പിന്നെന്താ പുതിയ വിശേഷം? ഇങ്ങനൊക്കെ പോകുന്നല്ലേ, കുഴപ്പമൊന്നുമില്ല. ക്ലൈമറ്റ് ഒക്കെ ഇപ്പൊ സമ്മറായി. നൈറ്റ് തണുപ്പാട്ടോ. ഞാൻ അവിടെ ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും തണുക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒക്കെ ഇരുത്. യൂണിഫോം മാത്രമേ ഇട്ടിട്ടുള്ളെങ്കിൽ അതൊക്കെ തന്നെ. വേരെന്തൊരു വെയിൽ വീണ്ടും പോയി. ഹായ് കഴിഞ്ഞ ഓഫി ഞാൻ കഴിക്കുകയാണോ? അല്ല, ഞാൻ രണ്ടുപേരും ഇവിടെ മറ്റേ ഷട്ടിൽ കളിക്കുന്നത് നോക്കുമായിരുന്നു. അപ്പം ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് ഞാനും മമ്മിയൊക്കെ കളിക്കും. പിന്നെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ തന്നെ ഇങ്ങനെ പോണം. പിന്നെ ആർക്കെങ്കിലും എവിടെയെങ്കിലും ജോലി ആളെ എടുക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമായിരിക്കുമല്ലോ. അപ്പം അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ വിശേഷമായിട്ട് നമ്മൾ വരാം. ബൈ ബൈ ബൈ.